അമേരിക്കയിലെ വാഷിംഗ്ടൺ സ്റ്റേറ്റിലുള്ള ഗിഗ് ഹാർബറിൽ ഉണ്ടായ കൂട്ടക്കുരുതിയിൽ 4 പേർ കൊല്ലപ്പെട്ടു. ചൊവ്വാഴ്ച രാവിലെയായിരുന്നു നടുക്കുന്ന സംഭവം ഉണ്ടായത്. കടൽ തീരത്തെ ശാന്തമായ ഈ പ്രദേശത്ത് 32 വയസ്സുകാരനായ അക്രമി വഴിയാത്രക്കാരെ കത്തികൊണ്ട് കുത്തിവീഴ്ത്തുകയായിരുന്നു. പ്രാദേശിക സമയം രാവിലെ 9 മണിയോടെ 87-ാം അവന്യൂ കോർട്ടിലെ ഒരു വീടിന് സമീപത്താണ് അക്രമം നടന്നത്. സംരക്ഷണ ഉത്തരവ് ലംഘിച്ചതുമായി ബന്ധപ്പെട്ട പരാതി ലഭിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തിയപ്പോഴാണ് രക്തരൂക്ഷിതമായ ദൃശ്യങ്ങൾ കണ്ടതെന്ന് പിയേഴ്സ് കൗണ്ടി ഷെരീഫ് അറിയിച്ചു. തെരുവിലായിട്ടാണ് അക്രമി ആളുകളെ കുത്തിപ്പരിക്കേൽപ്പിച്ചതെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. പോലീസ് സംഭവസ്ഥലത്തേക്ക് എത്തുന്നതിനിടെ തന്നെ വീടിന് പുറത്ത് ഒരാൾ ആളുകളെ തുരുതുര കുത്തിവീഴ്ത്തുന്നതായി ദൃക്സാക്ഷികൾ കൺട്രോൾ റൂമിൽ വിവരമറിയിക്കുകയായിരുന്നു. ശാന്തമായ ഈ പ്രദേശത്തെ നടുക്കി നടന്ന ആക്രമണത്തിൽ 3 പേർ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. ഗുരുതരമായി പരിക്കേറ്റ 4-മത്തെയാളെ പാരാമെഡിക്കൽ സംഘം ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. ഒരു കൂട്ടം ആളുകൾ നോക്കി നിൽക്കെ റോഡിന് നടുവിൽ വെച്ചാണ് ഇരകളിൽ ഒരാളെ അക്രമി ക്രൂരമായി കുത്തിവീഴ്ത്തിയതെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. ചൊവ്വാഴ്ച രാവിലെ 9:30ഓടെ സംഭവ സ്ഥലത്തെത്തിയ ഷെരീഫ് ഡെപ്യൂട്ടി അക്രമിയെ വെടിവെച്ച് കൊലപ്പെടുത്തുകയും ചെയ്തു. രാവിലെ 8:45ഓടെയാണ് അക്രമി നോ കോണ്ടാക്ട് ഓർഡർ ലംഘിച്ചതായി പോലീസിന് ഫോൺ സന്ദേശം ലഭിച്ചത്. എന്നുവെച്ചാൽ അടുത്തേക്ക് വരുന്നത് വിലക്കിക്കൊണ്ടുള്ള ഉത്തരവ്. എന്നാൽ ഈ ഉത്തരവ് പ്രതിക്ക് ഔദ്യോഗികമായി കൈമാറാത്തതിനാൽ സംഭവ സമയത്ത് ഇതിന് നിയമസാധുത ഉണ്ടായിരുന്നില്ലെന്ന് പോലീസ് പിന്നീട് സ്ഥിരീകരിക്കുകയും ചെയ്തു. പ്രതിക്ക് ഉത്തരവ് കൈമാറുന്നതിനായി അതിന്റെ പകർപ്പ് ഉദ്യോഗസ്ഥൻ കൈപ്പറ്റിയിരുന്നു. എന്നാൽ അവർ സംഭവസ്ഥലത്ത് എത്തുമ്പോഴേക്കും അക്രമി തന്റെ കൊലവിളി ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. കേസ് അന്വേഷണം പിയേഴ്സ് കൗണ്ടി ഫോഴ്സ് ഇൻവെസ്റ്റിഗേഷൻ ടീം ഏറ്റെടുത്തു. നിലവിൽ സംഭവസ്ഥലത്ത് പരിശോധനകൾ സജീവമായി തുടരുകയാണെന്ന് അവർ അറിയിച്ചു. വാഷിംഗ്ടൺ സ്റ്റേറ്റിലെ ഡക്കോമയിൽ നിന്നും ഏകദേശം 15 മൈൽ വടക്കു പടിഞ്ഞാറായി പ്യുഗേറ്റ് സൗണ്ടിന് സമീപം സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു തീരദേശ നഗരമാണ് ഗിഗ് ഹാർബർ. 2020 സെൻസസ് കണക്കുകൾ പ്രകാരം കേവലം 12,000 പേർ മാത്രം താമസിക്കുന്ന ശാന്തസുന്ദരമായ ഈ നഗരത്തെ നടുക്കിയാണ് ഇപ്പോൾ കൂട്ടക്കുരുതി നടന്നിരിക്കുന്നത്. എന്തായാലും 4 പേരാണ് സംഭവത്തെ തുടർന്ന് മരിച്ചിരിക്കുന്നത്. കൂടുതൽ ആളുകൾക്ക് പരിക്കേറ്റോ എന്ന കാര്യത്തിൽ ഇതുവരെ പുറത്തു വന്ന വിവരങ്ങളിലില്ല. കഴിഞ്ഞ ദിവസം രാവിലെയോടെയാണ് സംഭവമുണ്ടായത്. സംരക്ഷണ ഉത്തരവ് ലംഘിച്ചതുമായി ബന്ധപ്പെട്ട പരാതി ലഭിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തുകയായിരുന്നു. അപ്പോഴാണ് ഇത്തരത്തിലുള്ള അതിക്രമം കണ്ടെത്തിയത്. തെരുവിലിട്ടായിരുന്നു അക്രമി ഈ ഒരു ക്രൂരത കാണിച്ചത്. ആളുകളെ തുരുതുര കുത്തിവീഴ്ത്തുന്നതായി ദൃക്സാക്ഷികളാണ് പോലീസിൽ വിവരം അറിയിച്ചത്.